നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കീം പ്രവേശന പരീക്ഷയിൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ സർക്കാർ പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചു. പുതിയ ഫലം സംസ്ഥാന സിലബസിലെ കുട്ടികൾക്ക് തിരിച്ചടിയായി. 21 പേർ മാത്രമാണ് ആദ്യ 100 റാങ്കുകളിൽ ഇടം പിടിച്ചത്. തിരുവനന്തപുരം കവടിയാർ സ്വദേശി ജോഷുവ ജേക്കബ് തോമസിനാണ് ഒന്നാം റാങ്ക്. ഒന്നാമതെത്തിയതിൽ സന്തോഷമെന്ന് ജോഷുവ 24-നോട് പറഞ്ഞു. ഡെഫിനറ്റ്ലി ഒരു വലിയ സർപ്രൈസ് ആണ് ഓവറോൾ ടു മൈ ഫാമിലി ആൻഡ് to all of the people. ഒരു വലിയ ബിഗ് സർപ്രൈസ് ആണ്. പക്ഷേ at this stage we should also remember the previous rank list in the toppers-ഉം അവരും they have worked very hard and they have come to the spotlight. പക്ഷേ പഴയ rank list they removed it, so definitely my heart goes out to them and they did a great job as well. Already they made the rank list and they cancelled it, so in adutha when the rank list was going to come we had no idea. I thought it will take 1 month more than that, പക്ഷേ it came the next day itself, so definitely a huge congrats to whoever was behind this and made the rank list immediately come. കീം മാർക്ക് ഏകീകരണത്തിലെ ഫോർമുല സർക്കാർ നടപ്പാക്കിയത് വിദഗ്ധ സമിതി ശുപാർശ മറികടന്നെന്നും റിപ്പോർട്ട് പുറത്തുവന്നു. ഈ വർഷം പുതിയ ഫോർമുല നടപ്പാക്കുന്നത് ഉചിതമല്ലെന്ന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. MG പ്രതീഷ് ഉണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ കേരള സിലബസിലുള്ള കുട്ടികൾക്ക് അവർക്കൊരു തുല്യനീതി അവകാശപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് ഈ പുതിയ ഫോർമുല എന്ന സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി, അത് എല്ലാവരും വിലവെച്ചതാണ്. പക്ഷേ അതിന് സ്വീകരിച്ച നടപടികൾ ഏറെ വൈകിപ്പോയി. ഒരു വർഷത്തോളം എന്തിന് കഴിഞ്ഞ വർഷത്തെ ഈ ഫലപ്രഖ്യാപനത്തിൽ തന്നെ ഈ വലിയ അന്തരം, കേരള സിലബസും CBSE തമ്മിലുള്ള ഈ അന്തരം കണ്ടിട്ടും ഈ ഒരു വർഷം എന്തിന് കാത്തിരുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ നടപടികൾ, അതിൽ ഈ വിദഗ്ധ സമിതിയുടെ മുന്നറിയിപ്പും മറികടന്നാണ് ഈ കടുങ്കൈ ചെയ്തതെന്ന്. ഗൂഗിൾ, തീർച്ചയായും സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായിക്കൊണ്ട് തന്നെയാണ് സർക്കാർ പുതിയ കീം പ്രവേശന പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ നേരത്തെ ആദ്യ 100 റാങ്കിൽ 43 കുട്ടികളാണ് സംസ്ഥാന സിലബസിൽ പഠിച്ചവരായി ഉണ്ടായിരുന്നത്. പക്ഷേ പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നതോടുകൂടി ആ എണ്ണം 21 ചുരുങ്ങി. അതായത് സംസ്ഥാന സിലബസിൽ ഉൾപ്പെട്ട കുട്ടികൾ തഴയപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ നേരത്തെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുണ്ടായ തിരിച്ചടിയാണ് ഈ പഴയ മാനദണ്ഡപ്രകാരം പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ സർക്കാർ നിർബന്ധിതമായത്. സുപ്രീം കോടതിയിൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനൊക്കെ തന്നെ സർക്കാർ തീരുമാനിച്ചെങ്കിലും പിന്നീട് ഈ പ്രവേശന നടപടികൾ വളരെ വേഗത്തിൽ തുടങ്ങുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ന് തന്നെ ഫലം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അപ്പോഴും ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം ഈ പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മാർക്ക് ഏകീകരണം പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഫോർമുല സർക്കാർ പരിഷ്കരിച്ചത് എന്നതാണ് അറിയിച്ചത്. പക്ഷേ ഈ പുതിയ ഫോർമുല അല്ലെങ്കിൽ പുതിയ മാർക്ക് ഏകീകരണം ഈ വർഷം നടപ്പാക്കണ്ട എന്നതായിരുന്നു വിദഗ്ധ സമിതിയുടെ ശുപാർശ. കൂടുതൽ വിശദമായ പഠനം നടത്തിയതിന് ശേഷം മതി ആ ശുപാർശ നടപ്പാക്കാൻ എന്നതായിരുന്നു വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുതിയ മാർക്ക് ഏകീകരണം നടപ്പിലാക്കിയതും അത് കോടതിയിൽ നിന്നുൾപ്പെടെ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നതും. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച വലിയ ആശയക്കുഴപ്പങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിരുന്നു. കാരണം പ്രവേശന നടപടികൾ അനന്തമായി നീണ്ടുപോയി. ഫലം പ്രസിദ്ധീകരിക്കുന്നതിൽ പല ആശയക്കുഴപ്പങ്ങളും സങ്കീർണതകളും വന്നു. ആദ്യം സർക്കാർ ഒരു ഫലം പ്രസിദ്ധീകരിച്ചു. അതിൽ എറണാകുളം സ്വദേശിയായ ഒരു വിദ്യാർത്ഥി 1ാം റാങ്ക് നേടി. പക്ഷേ വീണ്ടും അടുത്ത ഫലം സർക്കാർ പ്രസിദ്ധീകരിച്ചപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആ വിദ്യാർത്ഥി പിന്നോട്ട് പോയി. തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ ജോഷുവ ജേക്കബ് തോമസിനാണ് 1ാം റാങ്ക് ഇത്തവണ കീം പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ലഭിച്ചത്. ആദ്യ പരീക്ഷാഫലത്തിൽ ഈ ജോഷുവ ജേക്കബ് തോമസിന്റെ റാങ്ക് 5ാം റാങ്ക് ആയിരുന്നു. പക്ഷേ 1ാം റാങ്കിലേക്ക് ഉയർന്നു. ജോഷുവ CBSE സിലബസ് പഠിച്ച വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ പുതിയ റാങ്ക് ലിസ്റ്റോട് കൂടി തന്നെ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ തഴയപ്പെട്ടു. അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശരി പ്രതീക്ഷ, ഏതായാലും ഫോർമുല മാറ്റമെന്ന സർക്കാരിന്റെ ആലോചന അത് ഒരുപക്ഷെ കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് കൂടി തുല്യനീതി മാർക്ക് ഏകീകരണത്തിൽ നൽകിയേനെ, ഉറപ്പാക്കിയേനെ. പക്ഷേ വൈകി വന്ന വിവേകം അല്ലെങ്കിൽ കാലതാമസം വന്ന നടപടിക്രമമാണ്. പ്രോസ്പെക്ടസിന് ശേഷം അങ്ങനെ ഒരു ഫോർമുല മാറ്റം, അത് മാത്രമാണ് കോടതി ചോദ്യം ചെയ്തതും സർക്കാരിന് ഇപ്പോൾ യു-ടേൺ അടിക്കേണ്ടി വന്നതും. കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി രൂക്ഷം. VC മോഹനൻ കുന്നുമ്മലിനെ തള്ളി കേരള സർവകലാശാല ആസ്ഥാനത്ത് എത്തി ഫയലുകൾ തീർപ്പാക്കി രജിസ്ട്രാർ KS അനിൽകുമാർ. രജിസ്ട്രാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കണമെന്ന് VC നിർദ്ദേശം നൽകി. വിലക്ക് ലംഘിച്ച് ഓഫീസിൽ പ്രവേശിച്ചതിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ സുരക്ഷാ വിഭാഗം റിപ്പോർട്ട് നൽകി. ദിവസങ്ങൾ കഴിയുന്തോറും കേരള സർവകലാശാല ഭരണ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാകുന്നു. രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് എത്തരുതെന്ന് വൈസ് ചാൻസലർ നിർദ്ദേശിച്ചു. കൂടാതെ രജിസ്ട്രാറുടെ ചേംബറിലേക്ക് ആരെയും കടത്തിവിടരുതെന്ന് സുരക്ഷാ ജീവനക്കാർക്കും വൈസ് ചാൻസലർ നിർദ്ദേശം നൽകി.
പക്ഷേ ഈ രണ്ടുത്തരവും പാലിക്കപ്പെട്ടില്ല. KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. ഡിജിറ്റൽ സിഗ്നേച്ചർ അടക്കം തിരിച്ചെടുത്ത് ഫയലുകൾ തീർപ്പാക്കി. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. മുന്നോട്ട് പോകും. അതെ, കോടതി തീരുമാനം അംഗീകരിക്കില്ല. ഇതോടെ മോഹനൻ കുന്നുമേൽ തുടർ നടപടി തുടങ്ങി. രജിസ്ട്രാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കണം. തനിക്ക് KS അനിൽകുമാർ നോക്കുന്ന ഫയലുകൾ അയക്കരുത്. അടിയന്തര ഫയലുകളുണ്ടെങ്കിൽ ജോയിന്റ് രജിസ്ട്രാർമാർ നേരിട്ട് തനിക്ക് അയക്കണമെന്നും മോഹനൻ കുന്നുമേൽ നിർദ്ദേശിച്ചു. രജിസ്ട്രാറുടെ ചേംബറിലേക്ക് പോകരുതെന്ന VC-യുടെ നിർദ്ദേശം അനിൽകുമാറിനെ അറിയിച്ചെങ്കിലും അതനുസരിക്കാതെയാണ് ചേംബറിലേക്ക് പോയതെന്ന് VC-ക്ക് റിപ്പോർട്ട് നൽകി. സെക്യൂരിറ്റി ഓഫീസറാണ് വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകിയത്. മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി ഇന്ന് ഉത്തരവിറക്കിയെങ്കിലും അതും നടപ്പായില്ല. 24 തിരുവനന്തപുരം. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നുവെന്നാരോപിച്ച് ഗവർണർക്കെതിരെ രാജ്ഭവനിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും SFI പ്രതിഷേധിച്ചു. കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിലും സംഘർഷമുണ്ടായി. SFI പ്രതിഷേധം കണക്കിലെടുത്ത് രാജ്ഭവന് മുന്നിൽ പോലീസ് കനത്ത സുരക്ഷയൊരുക്കിയിരുന്നു. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. വിളക്ക് കത്തിച്ച് RSSന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിക്കുന്ന DD സതീശൻ ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാണ്. RSSനെതിരെ സമരം ചെയ്യുന്ന നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ കേരള സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിലും സംഘർഷമുണ്ടായി. സർവകലാശാല വളപ്പിൽ പ്രതിഷേധിച്ച ASF പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. സർവകലാശാലയ്ക്ക് പുറത്ത് DYFIയും AIYFും നടത്തിയ പ്രതിഷേധ മാർച്ചുകൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവിധ ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും SFI പ്രതിഷേധിച്ചു. ന്യൂസ് ഡെസ്ക് 24. അടിയന്തരാവസ്ഥയുടെ പേരിൽ നെഹ്റു കുടുംബത്തെ കടന്നാക്രമിച്ച് കോൺഗ്രസിനെ വെട്ടിലാക്കി ഡോക്ടർ ശശി തരൂർ MP. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കൊടും ക്രൂരതകൾ അരങ്ങേറിയെന്നും കർക്കശ നടപടികൾക്ക് ഇന്ദിരാഗാന്ധി നിർബന്ധം പിടിച്ചെന്നുമാണ് രാജ്യാന്തര മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലെ വിമർശനം. ലേഖനത്തിൽ തനിക്ക് അഭിപ്രായമുണ്ടെന്നും എന്നാൽ ഹൈക്കമാൻഡ് പ്രതികരിക്കട്ടെ എന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അടിയന്തരാവസ്ഥ രാജ്യത്ത് ഇരുണ്ട കാലഘട്ടമാണ്. പറഞ്ഞറിയിക്കാനാകാത്ത ക്രൂരതകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് അരങ്ങേറിയത്. ഇന്ദിരാഗാന്ധിയുടെ കർശന നടപടികൾ പൊതുജീവിതം ഭീതിയിലാക്കി. മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു. മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടി. അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതകളാണെന്നും ശശി തരൂർ വിമർശിക്കുന്നു. ഗ്രാമീണ മേഖലകളിൽ സ്വേച്ഛാപരമായ ലക്ഷ്യം നേടുന്നതിന് ബലപ്രയോഗവും അക്രമവും സഞ്ജയ് ഉപയോഗിച്ചു. ഈ നടപടികൾ നിർഭാഗ്യകരമായ അതിക്രമങ്ങളായി പിന്നീട് ഗൗരവം കുറച്ച് ചിത്രീകരിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് റിപ്പബ്ലിക്കിന്റെ ആത്മാവിന്റെ വില നൽകേണ്ടി വന്നുവെന്നും പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ വിമർശിക്കുന്നു. ശശി തരൂരിന്റെ ലേഖനത്തിൽ തനിക്ക് അഭിപ്രായമുണ്ടെന്നും എന്നാൽ പറയുന്നില്ലെന്നും VD സതീശൻ. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന്റെ ലേഖനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്, ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല. ലേഖനം എഴുതാനുള്ള സാഹചര്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഓരോ ദിവസവും പുതിയ വിവാദങ്ങളിലൂടെ നേതൃത്വത്തെ പ്രകോപിപ്പിക്കുകയാണ് ശശി തരൂർ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ തന്നെ വിമർശിച്ച പ്രവർത്തക സമിതി അംഗത്തോട് ഹൈക്കമാൻഡ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നിർണായകമാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ യോഗ്യൻ താനെന്ന് ഡോക്ടർ ശശി തരൂർ പങ്കുവച്ച സർവേ തള്ളി നേതാക്കൾ. വിശ്വാസ്യതയില്ലാത്ത സർവേ എന്നാണ് വിമർശനം. പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് ശശി തരൂരിന് പരോക്ഷ മുന്നറിയിപ്പുമുണ്ട്. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് ഡോക്ടർ ശശി തരൂരിനെ എന്നാണ് സ്വകാര്യ ഏജൻസിയുടെ സർവേ.
ഈ സർവേയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ശശി തരൂർ തന്നെ എക്സിൽ പങ്കുവച്ചതാണ് കോൺഗ്രസിൽ പുതിയ വിവാദങ്ങൾക്കിടയാക്കിയത്. എന്നാൽ സർവേയെ അവഗണിച്ചു തള്ളുകയാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. ഇത് കുക്ക് ചെയ്തെടുത്ത ഒരു സാധനമാണ്. അത് നമ്മളാരും കയറി പിടിക്കേണ്ട ആവശ്യമില്ല. അതിനെ BJPയുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് പുറത്തു വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏത് സർവേയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. ശശി തരൂരിനെ നേരിട്ട് വിമർശിക്കുകയാണ് കെ മുരളീധരൻ. UDF അധികാരത്തിൽ വന്നാൽ UDF മുഖ്യമന്ത്രിയാവുള്ളൂ. അപ്പൊ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ഇപ്പൊ ഏതായാലും ഇലക്ഷൻ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. മുതിർന്ന നേതാക്കൾ സ്വയം നിയന്ത്രണം പാലിക്കണമെന്നായിരുന്നു മുന്നണി കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. മുതിർന്ന നേതാക്കന്മാർ തന്നെ സ്വയം നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ്. അത് നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ പോകണം. അതാണ് വേണ്ടത്. ക്യാപ്റ്റൻ മേജർ വിളികളിൽ വിവാദം കെട്ടടങ്ങിയതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി സർവേയുമായി തരൂർ എത്തിയത്. സർവേ ഫലം തരൂർ പങ്കുവച്ചത് മനഃപൂർവ്വമെന്ന് നേതാക്കൾ കരുതുന്നുണ്ടെങ്കിലും അവഗണിക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. കാസർഗോഡ് നീലേശ്വരത്ത് പെട്രോൾ പമ്പിൽ മോഷണം. കുടകൊണ്ട് മുഖം മറച്ചെത്തിയ പണം കവർന്നത്. 1.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി പമ്പുടമ അറിയിച്ചു. മോഷണം നടത്തിയത് കണ്ണൂർ ഉളിക്കൽ സ്വദേശി കുരുവി സഞ്ജുവാണെന്ന് പോലീസ് പറഞ്ഞു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അരുൺ പാറക്കലുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഈ കുടകൊണ്ട് മുഖം മറച്ചിട്ട് മുകളിലുള്ള ക്യാമറ ആ ചേട്ടൻ കണ്ടില്ലെന്ന് തോന്നുന്നു. ഏതായാലും ഈ പ്രതിയെ എവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ പോലീസിനായിട്ടുണ്ടോ? ഇന്ന് വൈകിട്ട് 7:30 കൂടിയാണ് ഈ കവർച്ച നടക്കുന്നത്. നീലേശ്വരം രാജാ റോഡിലെ വിഷ്ണു ഏജൻസീസിന്റെ പെട്രോൾ പമ്പാണ്. അവിടെ കുട കൊണ്ട് മുഖം മറച്ചാണ് ഇയാൾ എത്തിയത്. ചെറുങ്ങനെ മഴയുണ്ടായിരുന്നു. അങ്ങനെ മഴയത്ത് കുട കൊണ്ട് മുഖം മറച്ചെത്തുകയായിരുന്നു. പെട്രോൾ പമ്പിലെ ജോലിക്കാരൻ മറ്റൊരു വാഹനത്തിൽ പെട്രോൾ അടിച്ച് നൽകുന്നതിനിടെയാണ് ഈ കുട കൊണ്ട് മുഖം മറച്ച് ആ പെട്രോൾ പമ്പിലുണ്ടായിരുന്ന ടേബിളിനടുത്തേക്ക് മോഷ്ടാവ് എത്തിയത്. തുടർന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ അതിനകത്തു നിന്ന് വലിപ്പ് പുറത്തേക്കെടുത്ത് ഈ പണം മോഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം കുട കൊണ്ട് തന്നെ മറച്ചു പിടിച്ച് തിരിച്ചു പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. പോലീസ് എത്തി എന്തായാലും അന്വേഷണം നടത്തി. CCTV പരിശോധിച്ചതിൽ നിന്നാണ് ഇരിട്ടി ഉളിക്കൽ സ്വദേശിയായ കുരുവി സഞ്ജുവാണ് ഈ മോഷ്ടാവെന്ന് തിരിച്ചറിഞ്ഞത്. എന്തായാലും കുരുവി സഞ്ജുവിനായി നീലേശ്വരം പോലീസ് വല വിരിച്ചിട്ടുണ്ട്. ഇയാൾ കണ്ണൂർ ഭാഗത്തേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഗോകുൽ, ശരി. ഏതായാലും പണമെടുക്കുന്നത് മറക്കാനാണ് കുട പിടിച്ചത്. പക്ഷേ മുഖം മറക്കാൻ മറന്നുപോയി. ഏതായാലും ക്യാമറയിൽ കൃത്യമായി പതിഞ്ഞു. കുരുവി സഞ്ജുവിനെ തിരയുകയാണ് പോലീസ്. അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. അടുത്തയാഴ്ച യമനിൽ വധശിക്ഷ നടപ്പാക്കാനിരിക്കെ നിമിഷപ്രിയയുടെ മോചനത്തിന് ശ്രമം ഊർജിതം. കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവും കേരളത്തിൽ നിന്നുള്ള MPമാരും കേന്ദ്രത്തിന് കത്തെഴുതി. യമൻ പൗരൻ തലാൽ അബു മഹദി കൊല്ലപ്പെട്ട കേസിൽ സനായിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ വരുന്ന ബുധനാഴ്ച നടപ്പാക്കാനിരിക്കെ മോചനത്തിനായി സാധ്യമായ എല്ലാ വഴികളും തേടുകയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ ഹർജി സുപ്രീംകോടതിയിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ മെൻഷൻ ചെയ്തു. വിഷയത്തിൽ നയതന്ത്ര ഇടപെടൽ ആവശ്യമാണെന്നും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ചകൾക്ക് സൗകര്യമൊരുക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നുമായിരുന്നു ആവശ്യം. ഹർജി തിങ്കളാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും കേരളത്തിൽ നിന്നുള്ള MPമാരും കേന്ദ്രത്തിന് കത്തയച്ചു. എല്ലാ മാർഗത്തിലൂടെയും അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പം അത് ത്വരിതഗതിയിലാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോടും ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യമനിലെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം തലാലിന്റെ കുടുംബവുമായി ചർച്ചകൾക്കുള്ള ശ്രമം തുടരുകയാണ്. 24 ഡൽഹി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ സഹായം നൽകും. ബിന്ദുവിന്റെ മകന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലിയും നൽകും. 12.5 ലക്ഷം രൂപ ചെലവിൽ വീട് നൽകുന്നതിന് സാമൂഹ്യനീതി വകുപ്പിനെ ചുമതലപ്പെടുത്തി. കോട്ടയം കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ബിന്ദുവിന്റെ കുടുംബത്തിന് സഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ആശ്വാസധനം നൽകാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. ആശ്വാസധനം വൈകാതെ തന്നെ കൈമാറും. ബിന്ദുവിന്റെ മകന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി നൽകാനും തീരുമാനിച്ചു. കുടുംബത്തിന് വീട് നൽകുന്നതിന് സാമൂഹ്യനീതി വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി VN വാസവൻ അറിയിച്ചു. 12.5 ലക്ഷം രൂപയാണ് വീടിനായി ചെലവിടുക. സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ
വീട് പണി പൂർത്തീകരിച്ചു കൊടുക്കുന്നതിനാവശ്യമായ സഹായം പ്രഖ്യാപിച്ചിരുന്നു. അതിന് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 12.5 ലക്ഷത്തോളം രൂപ വരെ. ആ പണം സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. മകളുടെ ചികിത്സയ്ക്കാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നതെന്ന് ബിന്ദുവിന്റെ കുടുംബം പ്രതികരിച്ചു. സർക്കാരിന്റെ കാര്യങ്ങൾ അതിന്റെ മുറപോലെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ നമ്മളത് ആലോചിക്കേണ്ട. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്, തരാം, അവർ തരും. എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഇവിടുത്തെ കൊച്ചിന്റെ കാര്യത്തിന് എല്ലാം നടന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പ് പാലിച്ചാണ് ഇപ്പോൾ മന്ത്രിസഭ സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. കരൾ രോഗത്തെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായ 13-കാരി സുമനസുകളുടെ സഹായം തേടുന്നു. ടാപ്പിംഗ് തൊഴിലാളിയായ മലപ്പുറം സ്വദേശി വിപിന്റെ മകൾ തൃഷ്ണയാണ് നാളെ നടക്കേണ്ട കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് പണം കെട്ടിവെക്കാനാവാതെ കൊച്ചിയിലെ ആശുപത്രിയിൽ കഴിയുന്നത്. സ്വന്തം കരൾ നൽകി മകളെ രക്ഷിക്കാൻ അമ്മ തയ്യാറാണെങ്കിലും പണം കണ്ടെത്താനാകാതെ വലയുകയാണ് ഈ കുടുംബം. പെട്ടെന്ന് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒന്നും ആയിട്ടില്ല, പൈസ ഒന്നും ആയിട്ടില്ല. എന്ത് ചെയ്യണം എന്നറിയില്ല. അവർക്കും വേണ്ടിയുള്ള ഇതാണ് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കണം. നാളെ അടിയന്തരമായി ശസ്ത്രക്രിയ വേണം. പണം കെട്ടിവെക്കാൻ ഇതുവരെയും ആയിട്ടില്ല. 1 മാസം മുൻപ് മഞ്ഞപ്പിത്തം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് കുട്ടി ആശുപത്രിയിലാവുന്നത്. കരൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റു പ്രതിവിധിയില്ല എന്ന് ഡോക്ടർമാർ. എൻ്റെ ആങ്ങളേൻ്റെ മോള് ഇവിടെ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ അത് നല്ലൊരു ഫണ്ട് വേണം. കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് കരൾ പോയിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് തന്നെ അത് ഓപ്പറേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ഡെത്താവും എന്നുള്ളതാണ് പറഞ്ഞാൽ. സഹായിക്കണം, ഇത്ര എനിക്ക് പറയാനുള്ളൂ. മലപ്പുറം തിരുവാലി സ്വദേശിയായ വിപിന്റെ ഇളയ മകളാണ് തൃഷ്ണ. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ അച്ഛന്റെ ഏക വരുമാനത്തിൽ വാടക വീട്ടിലാണ് ഈ 4-അംഗ കുടുംബം കഴിഞ്ഞിരുന്നത്. അപ്രതീക്ഷിതമായി വന്ന രോഗത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അതിന് ഭീമമായ ഒരു സംഖ്യ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. പനിയാണെന്നുള്ളത്, അങ്ങനെ മഞ്ഞപ്പിത്താണെന്നുള്ളത് മാത്രമേ അറിയുന്നുള്ളൂ. പിന്നുള്ളതൊന്നും ഓർമ്മയും കാര്യമൊന്നും ഇല്ലാതെയായിരുന്നു. പിന്നെ മകൾക്ക് സ്വന്തം കരൾ നൽകാൻ തയ്യാറായി അമ്മയും ആശുപത്രിയിൽ അഡ്മിറ്റാണ്. 18 ലക്ഷം രൂപയോളം ആവശ്യമുണ്ട്. തുച്ഛമായ തുക മാത്രമേ കൈവശമുള്ളൂ. തൃഷ്ണയ്ക്ക് വേണ്ടി ഒരു നാടാകെ ഒന്നിച്ചു നിൽക്കുന്നു. MLA-യുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ചെറിയ സമയം കൊണ്ട് ഇത്രയധികം പണം കണ്ടെത്തുകയാണ് പ്രധാന വെല്ലുവിളി. തങ്ങൾക്ക് മുന്നിൽ സഹായത്തിന്റെ കൈകൾ ഉയരും എന്ന പ്രതീക്ഷയിൽ നിറകണ്ണുകളോടെ കാത്തിരിക്കുകയാണിവർ. കൊച്ചി. കൊല്ലം പോരുവഴി സ്വദേശിനി നസീമയ്ക്കും രോഗിയായ ഭർത്താവ് ഇബ്രാഹിം കുട്ടിക്കും മഴയും വെയിലും ഏൽക്കാതെ അടച്ചുറപ്പുള്ള വീട്ടിൽ ഉറങ്ങാം. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നൊരുക്കിയ വീടിന്റെ താക്കോൽ നസീമയ്ക്കും ഭർത്താവിനും കൈമാറി. നിത്യരോഗിയായ ഇബ്രാഹിം കുട്ടിക്കൊപ്പം അടച്ചുറപ്പുള്ള ഒരു വീടിനായി നസീമ മുട്ടാത്ത വാതിലുകൾ ഉണ്ടായിരുന്നില്ല. ഏതു നിമിഷവും നിലംപൊത്താവുന്ന ഷെഡിലെ ജീവിതം നേരിൽ കണ്ടാണ് 24 കണക്ട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 100 വീട് പദ്ധതിയിലൂടെ ഇവരെ ചേർത്തുപിടിച്ചത്. പദ്ധതിയിലൂടെ കൊല്ലം ജില്ലയിലെ 4ാമത്തെ വീടിന് നസീമയും ഇബ്രാഹിം കുട്ടിയും അവകാശികളായി. എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് സങ്കടം വരുക. അടച്ചുറപ്പുള്ള ഒരു വീട് എനിക്ക് ദിവാസ്വപ്നമായിരുന്നു. ഇപ്പോഴത് സാക്ഷാത്കരിച്ചതിന് എനിക്ക് വളരെ നന്ദി. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 24 ചേർന്ന ഈ വീട് വളരെ ഉപകാരമായി. ഞാൻ 35 വർഷക്കാലം കൊണ്ട് ഗവൺമെൻറ് ലൈഫിൻ്റെ അപേക്ഷ കൊടുത്തങ്ങ് മുഴിഞ്ഞതാണ്. എനിക്കിത് കിട്ടിയത് സ്വർഗം കിട്ടിയ പോലെ. 24 സീനിയർ റിപ്പോർട്ടർ സുജിത് സുരേന്ദ്രൻ താക്കോൽ കൈമാറി. അപേക്ഷ ലഭിച്ചതനുസരിച്ച് ദ്രുതഗതിയിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്നും പദ്ധതിയിൽ ഉൾപ്പെട്ട മറ്റു വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും
24 കണക്ട് ജില്ലാ കോർഡിനേറ്റർ നൌഷാദ് റാവുത്തർ. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിനാണ് ശ്രീ നസീമയ്ക്ക് നമ്മൾ ഈ വീട് സന്തോഷത്തോടു കൂടി കൈമാറിയത്. നമ്മൾ അതിലെ അങ്ങേയറ്റം സന്തോഷഭരിതരാണ്. ദീർഘകാലം അവർ സുഖകരമായിട്ട് ഇതിനകത്ത് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത്, 24 കണക്ട് താലൂക്ക് കോർഡിനേറ്റർ അസൂറ ബീബി തുടങ്ങിയവർ പങ്കെടുത്തു. 24 കൊട്ടാരക്കര. തിരുവനന്തപുരം കല്ലമ്പലത്ത് ഈന്തപ്പഴത്തിനൊപ്പം കടത്താൻ ശ്രമിച്ച 5 കോടി രൂപ വില വരുന്ന 1.5 കിലോ MDMA പിടികൂടി. 4 പേരെ പിടിയിലായി. ഒമാനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച് കടത്താൻ ശ്രമിക്കുമ്പോഴായിരുന്നു വൻ ലഹരിവേട്ട. ഇന്ന് പുലർച്ചെ 1:30 മണിയോടെയാണ് കല്ലമ്പലത്ത് നിന്ന് റൂറൽ ഡാൻസ് ഓഫ് ടീം MDMA പിടികൂടിയത്. ഒമാനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച് കടത്താൻ ശ്രമിക്കവെയായിരുന്നു 4 അംഗ സംഘം പോലീസിന്റെ പിടിയിലായത്. കല്ലമ്പലം വലിയകാവ് സ്വദേശികളായ സഞ്ജു, നന്ദു എന്നിവർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഇന്നോവ കാർ വാടകയ്ക്കെടുത്ത് കല്ലമ്പലത്തേക്ക് യാത്ര തിരിച്ചു. ഇവരെ കൂട്ടാനായി എത്തിയ ഉണ്ണിക്കുട്ടനും പ്രവീണും പിക്കപ്പ് വാൻ വാടകയ്ക്കെടുത്ത് ലഗേജുമായി തൊട്ടു പിന്നാലെ യാത്ര ചെയ്തു. ഡാൻസ് ഓഫ് ടീമിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഇരുവാഹനങ്ങളും പിന്തുടർന്നു. തുടർന്ന് കല്ലമ്പലം ജംഗ്ഷനിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത പിക്കപ്പ് വാൻ പരിശോധിച്ചപ്പോഴാണ് ഈന്തപ്പഴ ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ രാസലഹരി കണ്ടെത്തിയത്. 5 കോടി രൂപ വിലമതിക്കുന്ന 1.25 കിലോയോളം MDMA ആണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 15 ലിറ്റർ വിദേശ മദ്യവും പിടികൂടി. ഈ പിടിച്ചെടുത്ത MDMAക്ക് പുറമെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഒരു ഇന്നോവ കാറും MDMA കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച ഒരു പിക്കപ്പ് വാനും നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. അതുകൂടാതെ 17 ബോട്ടിലെ വിദേശ മദ്യം ഇതിനോടൊപ്പം പിടിച്ചെടുത്തിട്ടുണ്ട്. MDMA കടത്താൻ ശ്രമിച്ച 4 പേരെയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. പിടിയിലായ പ്രതികൾ അടുത്തിടെ വിദേശ സന്ദർശനം നടത്തിയിരുന്നു. സഞ്ജു ഈ മാസം ആദ്യ ആഴ്ചയും നന്ദു കഴിഞ്ഞ മാസവുമാണ് വിദേശത്തേക്ക് പോയത്. കസ്റ്റംസിന്റെ കയ്യിൽപ്പെടാതെ ലഹരി എങ്ങനെ പുറത്തെത്തിച്ചു എന്നതിലടക്കം പോലീസിന് സംശയമുണ്ട്. 24 തിരുവനന്തപുരം. കൊച്ചിയിലും മലപ്പുറത്തും MDMA പിടികൂടി. കൊച്ചിയിൽ IT ജീവനക്കാരാണ് പിടിയിലായത്. തമിഴ്നാട് കോയമ്പത്തൂരിൽ വാഹന പരിശോധനയിൽ 235 കിലോയിലേറെ കഞ്ചാവും പിടികൂടി. എറണാകുളം ഇലക്ട്രോണിക് സ്ട്രീറ്റിലെ ലോഡ്ജിനുള്ളിൽ നിന്നാണ് ഫാരിദയും ശിവജിത്തും പിടിയിലായത്. ഇരുവരുടെയും പക്കൽ നിന്ന് 4 ഗ്രാം MDMAയും 30 LSD സ്റ്റാമ്പുകളും എക്സൈസ് കണ്ടെത്തി. സുഹൃത്തുക്കൾക്കിടയിൽ വിൽപ്പന നടത്താൻ വേണ്ടി എത്തിച്ചതായാണ് എക്സൈസ് കണ്ടെത്തൽ. ഇരുവരുടെയും പശ്ചാത്തലം കേന്ദ്രീകരിച്ച അന്വേഷണം ആരംഭിച്ചു. പരപ്പനങ്ങാടിയിൽ 40 ഗ്രാം MDMAയുമായി ചേലമ്പർ സ്വദേശി അഫ്നാസാണ് എക്സൈസിന്റെ പിടിയിലായത്. കോയമ്പത്തൂരിൽ കാങ്കേപ്പാളയം എയർഫോഴ്സ് സ്റ്റേഷന് സമീപം നടത്തിയ വാഹന പരിശോധനയിൽ 235 കിലോ കഞ്ചാവും പിടികൂടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ഇതോടെ 24 പൂർണ്ണമാകുന്നു.